500 ഏക്കർ സ്ഥലവും 500 ഏക്കർ ആയതുകൊണ്ട് 1000 ഏക്കർ സ്ഥലമുണ്ട്. അങ്ങനെ വെളിയിൽ നിന്ന് വന്ന മിഷണറിമാർ, അച്ഛന്മാര്, സായിപ്പ് അച്ഛന്മാര് ഇവിടെ ബ്രാഹ്മണന്മാരുടെ യേശുവിനെ കുറിച്ച് പറഞ്ഞ് അവരെ മാമോദീസ മുക്കി. അങ്ങനെ 3000 വീട്ടുകാരോളം ബ്രാഹ്മണന്മാരും മാമോദീസ മുക്കി ഉണ്ടായ പള്ളിയാണ് കുണ്ടി മാതാവ്. അപ്പൊ ആ ആൾക്കാരെ ചേർത്ത് അച്ഛന് ഇപ്പൊ സഭയിൽ വാഴ്ത്തപ്പെട്ടതാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു കല്ലറയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനി ഉടനെ വിശുദ്ധനാക്കാൻ പോകുന്നു. ലൂയിസ് സേവിയർ എന്നാണ്. ലൂയിസ് സേവിയർ അച്ഛന്റെ കല്ലറ അവിടെ കാണാം. ആ പള്ളിയിലോട്ട് വരും. അപ്പൊ അതേ തൊട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ എന്നിട്ട് നമ്മൾ പൂണ്ടി മാതാവിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് പൂണ്ടി മാതാവ് ബസിലിക്ക പള്ളിയുടെ പ്രധാന വാതിലിൽ നിന്ന് ഇങ്ങോട്ട് നോക്കി കേൾക്കുന്നുണ്ടോ? വിശ്വാസ പ്രമാണം എന്താണ്? സ്വർഗസ്ഥനായ പിതാവ് ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലി തൃത്വസ്തുതി പറഞ്ഞ് പള്ളിക്കകത്തേക്ക് കയറുന്നു. ഇതിന്റെ പ്രത്യേകത എന്താ? ദണ്ഡ വിമോചനം ലഭിക്കാൻ വേണ്ടി. എന്താണ് നമ്മളെ ഇതാണ് തീർത്ഥയാത്രകളെയൊക്കെ അധ്യക്ഷ ദണ്ഡ വിമോചനം എന്ന് പറഞ്ഞാൽ, ഇന്ന് മരിച്ചാൽ ഇന്നലെ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ മരിക്കുമ്പോഴേ ഒരു തനത് വിധിയും, അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, ഒരു തനത് വിധിയും എന്തുണ്ട്? ഏത് ജാതിപ്പെട്ട ആ വ്യക്തി മരിച്ചാലും എന്തുണ്ട്? ഒരു തനത് വിധിയും. ഇപ്പൊ പരമേശ്വരൻ ചേട്ടന് കുടുംബത്തിന്റെ കാരണത്താൽ മാമോദീസ മുങ്ങാൻ ഒക്കുന്നില്ലെന്നിരിക്കട്ടെ. പക്ഷെ പരമേശ്വരൻ ചേട്ടനെ കുറിച്ച് ഈശോയ്ക്ക് അറിയാം. അപ്പൊ ഈശോയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ആ വിധിയിൽ പരമേശ്വരൻ സ്വർഗത്തിൽ പോവാം. മനസ്സിലായി? എല്ലാം ഉള്ളത് അറിയുന്നവൻ. അപ്പൊ അതാണ്. അപ്പൊ ആ തനത് വിധി നമ്മൾ ചെയ്ത ചെറിയ പാവങ്ങളാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും. 2 ഉള്ളിൽ ഭയങ്കര വെറുപ്പുള്ള മരിച്ചതായിരിക്കും നിത്യ നരകത്തിൽ കിടക്കണം. നിത്യ നരകത്തിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ആര് പ്രാർത്ഥിച്ചാലും പിന്നെ രക്ഷയില്ല. മനസ്സിലായി? നമ്മൾ ഈ നല്ല ചവോടൊക്കെ ഈ ആത്മാവ് എവിടെ കിടക്കുന്നതെന്ന് നമ്മൾ ചെല്ലുമ്പോഴേ അറിയുന്നത്. മനസ്സിലായി? അപ്പോ നിത്യ നരകത്തിൽ കടന്നു കഴിഞ്ഞാൽ നിത്യ നരകത്തിന്റെ അധിപനാരാ? സാത്താൻ. അപ്പൊ അനേകരെ നിത്യ നരകത്തിൽ കൊണ്ടുപോകാനാണ് സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? സാത്താൻ പറയും, അനൂപേ നീ നല്ല ചെറുപ്പക്കാരൻ, നീ ഇങ്ങനെയൊക്കെ മീശ വെച്ചവനൊക്കെ ഇങ്ങനെ ശകലം കുടിക്കാതിരുന്നാൽ എന്താ? ഈസ്റ്ററൊക്കെ വരാൻ പോവാ. ഈസ്റ്റർ വരുമ്പോഴേ കൊതിയോട് ഇങ്ങനെ മദ്യം ഒഴിക്കുമ്പോഴേ ആദ്യം ഒന്ന് മണപ്പിക്കാൻ തോന്നും, പിന്നെ കുടിക്കാൻ തോന്നും, പിന്നെ മൊഴി കുടിയാനും. കുട്ടിയുണ്ടോ? അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മള് നിത്യ സ്വർഗത്തിലേക്ക് പോകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വിളി തന്നെ. അതുകൊണ്ടാണ് സുവിശേഷം തുടങ്ങുന്നില്ല, മാനസാന്തരപ്പെടുവിൻ ദൈവരാജ്യം. ഇവിടെ ദൈവരാജ്യം അനുഭവിക്കുന്നില്ലെങ്കിൽ മുകളിലും ദൈവരാജ്യം. ഈ ഭൂമിയിൽ നിനക്ക് സ്വർഗമില്ലെങ്കിൽ മുകളിലും സ്വർഗം. ഇവിടെ സ്വർഗമില്ലെങ്കിൽ എവിടെ ഇല്ല. ഇവിടെ എങ്ങനെ സ്വർഗം ഉണ്ടാകുന്ന? സഹനത്തെ പ്രതി നന്ദി പറയുക. 27 വർഷമായിട്ട് മദ്യപിക്കുന്ന ഭർത്താവിനെ തന്നിട്ടുണ്ടെങ്കിൽ അത് നന്ദി പറയുക. 2.5 കോടി കടബാധ്യത ഉണ്ടെങ്കിൽ നന്ദി പറയുക. എല്ലാ ബസ്സും വിറ്റ് തീർത്തതിനെ പ്രതി നന്ദി പറയുക. എല്ലാത്തിനും തകർച്ചകളെ പ്രതി നന്ദി പറയുമ്പോഴാണ് സഹന കൃപയായി മാറുന്നത്. വിവാഹം നടക്കാത്തതിനെ പ്രതി നന്ദി പറയുക. അതിനെ പ്രതി നന്ദി പറയുക. എല്ലാം നന്ദി പറയുമ്പോഴാണ് അനുഗ്രഹം. സഹനങ്ങൾ എപ്പോഴും ഒരു കൃപയാണ്. അടുത്തിരിക്കുന്ന വ്യക്തികളോട് സഹനം ഒരു കൃപയാണ്. സഹനം എന്നാണ് കൃപയാണ്. അപ്പോൾ